കേക്കോ, എന്റെ മുഴുവൻ സിസ്റ്റം വീണ്ടും ഹാങ് ആയി കഴിഞ്ഞു. ഇപ്രാവശ്യം വളരെ സീരിയസ് ഡാമേജ് ഏർപ്പെട്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഞാൻ റിക്കവർ ആവാൻ ഒരുപാട് സമയം ആവശ്യമുണ്ട്. ഡയമണ്ട് കൊണ്ട് ഉണ്ടാക്കിയ ഹീറോ ആണ് ഞാൻ. എന്റെ പേര് മാസ്റ്റർ മോജോ. കലക്കി ടമ്പോണ, നിന്റെ ഈ പുതിയ വണ്ടിയുടെ ടെസ്റ്റ് റൈഡ് അടിപൊളിയായിട്ടുണ്ട്. ഇനി വേഗം തിരിച്ച് സൺസിറ്റിയിലേക്ക് പോയേക്ക്. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. അയ്യോ, വണ്ടിന്നൊന്നും പറയില്ല സാറേ. ഇതെന്റെ ഡാർലിംഗ് എസ് രേവതിയാണ് സാർ. ഇപ്പൊ നിങ്ങളെ പോലെ എനിക്കും വിശക്കുന്നുണ്ട്. വീട്ടിലേക്ക് ചെന്നിട്ട് ഒരു 10-15 പ്ലേറ്റ് ദോശ കഴിക്കണം. അയ്യോ, ടോണിയും റോൾ നമ്പർ 420യും ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. അല്ല, നിങ്ങൾ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ്സിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ബസ്സിൽ പോകുന്നത്? ആവശ്യമില്ല. നിങ്ങളെല്ലാവരും വന്ന് വണ്ടിയിൽ കയറൂ. ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം. സൂക്ഷിച്ചു ജൂനിയർ. അയ്യോ, ഇത് നമ്മുടെ ഡിറ്റക്റ്റീവ് ചട്ട്പട്ടല്ലേ? ഇത്രയ്ക്ക് വെപ്രാളപ്പെട്ട് എങ്ങോട്ടാ നിങ്ങൾ ഓടുന്നത്? ഏതോ ഒരു വില്ലൻ വന്ന് വില്ലത്തരം കാണിച്ചിരിക്കുകയാണ്. തില്ലാലങ്കടി കളിച്ചിരിക്കുകയാണ്. സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, സൺസിറ്റിയിലുള്ള ജനങ്ങളെ പലരെയും ആരോ വന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കുക. ഇപ്പോഴാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയത്. കിഡ്നാപ്പ് എന്ന് വെച്ചാൽ അത് വലിയ ആപത്താണല്ലോ. ആപത്തെന്ന് വെച്ചാൽ ഓടി രക്ഷപ്പെട്ടോളൂ. അവൻ എത്ര വില്ലത്തരം കാണിക്കുന്ന വില്ലനാണെങ്കിൽ അടിച്ചവന്റെ അടുപ്പ് തെറിപ്പിക്കുന്ന പണി എന്റെ കയ്യിലുണ്ട്. സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, അദ്ദേഹം എത്രയും പെട്ടെന്ന് കുറ്റവാളിയെ കണ്ടുപിടിച്ച് ജയിലിൽ അടയ്ക്കുമെന്നാ. നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പൊ അദ്ദേഹം നിങ്ങൾ എല്ലാവരെയും സേഫായി വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ്. Oh, thank you, Detective Chatpat. Thank you very much. Ha 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 ha. അയ്യോ, ഈ ട്രക്കിന്റെ ഡ്രൈവർ ട്രക്ക് ഓടിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഉറങ്ങിപ്പോയെന്നാ തോന്നുന്നേ. സൈഡ് ഒതുങ്ങാതെ എങ്ങനെ സെന്ററിൽ പോകുന്നെന്ന് കണ്ടോ? ടംബോ അണ്ണാ, നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കൂടി പോകൂ. ഗുഡ് ഐഡിയ ജി. അയ്യോ, അയ്യോ, ആ നശിച്ചവൻ വന്ന് എന്റെ വണ്ടി കയറി ഇടിച്ചിരിക്കുക. ഏതെങ്കിലും ഒരു സൈഡ് ഒതുങ്ങാന്ന് വിചാരിച്ച ഇവന്മാര് വിടുന്നില്ലല്ലോ. 4 സൈഡും ട്രക്ക് വെച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നത് ആ ട്രക്ക് ഡ്രൈവർ നമ്മോട് ചോദിക്കുന്നത് സൈഡ് അല്ല, അവർ നമ്മുടെ കയ്യിൽ നിന്ന് വേറെന്തോ പ്രതീക്ഷ. എന്ന് വെച്ചാൽ ആ കിഡ്നാപ്പേഴ്സ് ഇവർ തന്നെയാണോ? ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ. ഇപ്പൊ തന്നെ അവർ ഷൂട്ട് ചെയ്ത് ചിന്ന ഭിന്നമായി പറത്തിക്കളി നോക്കിക്കൂ. ട്രക്ക് 4, എന്റെ കയ്യിലുള്ള ബുള്ളറ്റ് 6. അത് ന്യായമില്ലാത്ത പരിപാടിയാ. 2 ബുള്ളറ്റ് ഞാനൊക്കെ ഷൂട്ട് ചെയ്തേക്കാം. ഇപ്പൊ കണക്ക് കറക്റ്റ് ആണ്. ഇപ്പൊ ഷൂട്ട് ചെയ്ത് എല്ലാത്തിനും തെറിപ്പിച്ചു കളഞ്ഞ. അല്ല, എന്താ ഇത്? ഇന്നിവിടെ ആരെയും കാണുന്നില്ലല്ലോ. മേയർ അങ്കിളിനെയും കാണുന്നില്ല, ടെമ്പോ അണ്ണയെയും കാണുന്നില്ല, ചട്ട്പട്ട് അങ്കിളും ഇല്ല, ടോണിയെ പോലെ ഇവിടെ കാണുന്നില്ലല്ലോ. എല്ലാരും ഒരുമിച്ച് എങ്ങോട്ടാ? ഞാനും ആലോചിക്കുന്നത്. എന്തായാലും ടോണി ഇല്ലാത്തത് നല്ല കാര്യം. ടോണി ഇല്ലെങ്കിൽ പ്രശ്നമില്ലെന്ന് അർത്ഥം. അതുകൊണ്ട് സന്തോഷമായിട്ട് ഞാൻ ഒരല്പം കഴിച്ചോട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട് ഡോഡോ. ഒരു പക്ഷെ അവരെല്ലാരും നമ്മളെ വിട്ടിട്ട് എവിടെയെങ്കിലും പിക്നിക്ക് പോയിരിക്കുകയാണെങ്കിലോ? അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഞാൻ അവനെ വെറുതെ വിടില്ല. ഞാനില്ലാതെ പിക്നിക്കിലെ ആഹാരം അവർക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും? പിക്നിക് എന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. ഞാൻ ഈ ടിഫിൻ ഈ ടോഫി ഒന്ന് കഴിച്ചോട്ടെ. ഒരേ സമയത്ത് ഇത്രയും പേരും കാണാതെ പോയെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നാ കൊള്ളാം. എനിക്ക് തോന്നുന്നത് ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ എല്ലാരും മിസ്സിംഗ് ആണ്. സാധാരണ മിസ്സിംഗ് അല്ല, അതിഭയങ്കര മിസ്സിംഗ് ആണ്. R7 ഹൈവേ സൈഡിൽ നിന്ന് സിഗ്നൽ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ സൈഡിൽ എന്തോ ഡേഞ്ചർ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അതിന് സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ.
സൂപ്പർ സ്പീഡോ വേഗം ഹൈവേ റോഡിലേക്ക് ചെല്ല്. ഓക്കെ ബഡി. R7 ഈ സ്ഥലത്തെയാണ് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നത്. റോഡ് ബ്ലോക്ക് ചെയ്തോണ്ട് ഈ 3 ട്രക്ക് എന്താ ഇങ്ങനെ പോകുന്നത്? ഒരുപക്ഷെ ഡേഞ്ചർ അവരുടെ മുന്നിലാണോ? അതുകൊണ്ടാണോ ഇവരിങ്ങനെ കവർ ചെയ്ത് പോകുന്നത്? സൂപ്പർ സ്പീഡോ കുറച്ചുകൂടി മുന്നിലേക്ക് പോ. ഇതെല്ലാം ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഡൗട്ട്. സൂപ്പർ സ്പീഡോ അവരെ കടന്നു ചെല്ലാൻ ഫോർമുല നമ്പർ 45 അപ്ലൈ ചെയ്യ്. All right, Kiko. Formula number 45 activated. Let us go, move the trailers, get off the road. Trailers are blocking our way, they are trying to keep us away. Kiko, I don't know what's going down. People are missing from the town. Seems like an evil plan. If we can't find him, no one can. Honk, honk, you better move aside. Honk, honk. ഇവന്മാരെന്നെ ഫോളോ ചെയ്തു വരുന്നു തോന്നുന്നല്ലോ. സ്പീഡ് ഒരു അല്പം കൂടി കൂട്ടിയേക്കാം. Aside. Honk, honk. Something is ആ ഡ്രൈവർ ഇപ്പൊ ഫുൾ സ്പീഡിൽ പോവാ. എന്ന് വെച്ചാൽ ആ ട്രക്കിനകത്ത് എന്തോ ഒരു കാര്യമുണ്ടെന്നർത്ഥം. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പോകുന്നത്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 12 അപ്ലൈ ചെയ്യ്. ഓക്കെ കീക്കോ, ഫോർമുല നമ്പർ 12 ആക്ടിവേറ്റഡ്. ഇപ്പൊ എന്റെ എക്സ്റേ വിഷൻ യൂസ് ചെയ്ത് ഞാനത് കണ്ടെത്താം. ട്രക്കിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. അത് ടെമ്പോ അണ്ണയുടെ കാറാണ്. ആ ട്രക്കിൽ പോകുന്ന ആള് ചെയ്ത കാര്യം കണ്ടോ? അത് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ കിഡ്നാപ്പിംഗ്. നമ്മൾ ടെമ്പോ അണ്ണയുടെ കാറിനെ ഓടുന്ന ആ ട്രക്കിൽ നിന്ന് പുറത്തിറക്കിയേ പറ്റൂ. വേഗം എന്തെങ്കിലും ചെയ്യൂ കീക്കോ. ഇങ്ങനെ പോയാൽ അവന്മാർ എന്നെ പപ്പടം പോലെ പൊടിച്ചു കളയുമെന്ന് തോന്നുന്നു. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 87 അപ്ലൈ ചെയ്യ്. അർജന്റ് ബ്രേക്ക് ആൻഡ് ബാക്ക്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 66 അപ്ലൈ ചെയ്യ്. യെസ് ബഡി, അപ്ലൈയിങ് ഫോർമുല 66. അയ്യോ അയ്യോ അയ്യോ. സോറി കീക്കോ, നമ്മുടെ പുറകെ വന്ന ട്രക്കിനെ ഞാൻ ഒട്ടും ശ്രദ്ധിച്ചില്ല. ഒരുപാട് ഡാമേജ് ഏർപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ശരിയാക്കാൻ ഒരുപാട് സമയം പിടിക്കും. നമ്മുടെ കയ്യിൽ ഇപ്പൊ അത്രയും സമയമില്ല സൂപ്പർ സ്പീഡോ. എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഹെലികോപ്റ്ററിനെ ഫോളോ ചെയ്തേ പറ്റൂ. കുറച്ച് സമയം തപ്പടി. അറ്റ്ലീസ്റ്റ് പറക്കാനുള്ള കണ്ടീഷനെങ്കിലും ഞാൻ മാറണ്ടേ. വെൽക്കം വെൽക്കം. നിങ്ങളെ എല്ലാവരെയും മാസ്റ്റർ മോജോയുടെ സാമ്രാജ്യത്തിലേക്ക് വരവേൽക്കുകയാണ്. അയ്യോ, ഇതല്പം പ്രശ്നം പിടിച്ച വണ്ടിയാണെന്നാ തോന്നുന്നത്. അല്ല, ഈ വണ്ടി എങ്ങനെ സംസാരിക്കുന്നേ? ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ഹീറോ ഞാനാണ് മാസ്റ്റർ മോജോ. മാസ്റ്റർ മോജോന്റെ കാൽ ചുവട്ടിലാണ് ഇപ്പോൾ ഡയമണ്ട് പോലും. ഇനി എത്ര സമയമാവും സൂപ്പർ സ്പീഡോ? ഞാൻ റിക്കവർ ആവാൻ കുറച്ച് സമയം പിടിക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ പറക്കുന്ന കണ്ടീഷനിലാണ്. എന്നാൽ ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഹെലികോപ്റ്ററിനെ ഫോളോ ചെയ്ത് ചെല്ല്. അവര് നമ്മുടെ കൂട്ടുകാരെ കൊണ്ടുപോയ ആ സ്ഥലം നമ്മൾ കണ്ടെത്തണം.
ഇന്ന് മുതൽ നിങ്ങൾ എല്ലാവരും ഇവരെ പോലെ ഇവിടെ തന്നെയാണ് താമസിക്കാൻ പോകുന്നത്. രാത്രിയും പകലും ഇവിടെ ജോലി ചെയ്യണം. മാസ്റ്റർ മോജോയ്ക്ക് വേണ്ടി ഡയമണ്ട് കണ്ടെത്തുന്ന ജോലി ചെയ്യണം. നിങ്ങൾ എല്ലാവരും മാസ്റ്റർ മോജോയ്ക്ക് വേണ്ടി ഡയമണ്ട് തിരയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കഴിക്കാൻ വേണ്ടി ഒരു രാജകീയ വിരുന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ? അയ്യോ രാജകീയമായ വിരുന്ന്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. മാസ്റ്റർ മോജോന്റെ ഹൃദയം പോലും വൈരം കൊണ്ടുണ്ടാക്കിയതാണ്. നല്ലതുപോലെ കഴിക്കൂ. എല്ലാവരും നന്നായി എൻജോയ് ചെയ്യൂ. പക്ഷേ ജോലി ചെയ്യാതെ ആഹാരം കഴിക്കുന്നത് അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായി മാറും. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഇവരെ പോലെ രാവും പകലും ജോലി ചെയ്ത് കാണിക്ക്. ഡയമണ്ട് കണ്ടുപിടിക്ക്. നിങ്ങൾക്ക് ആവശ്യമായ ഈ രാജകീയ ഫുഡ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ദാ ഇത് കണ്ടോ? That's it. ആ ചപ്പാത്തി എനിക്കിതാ. അതെന്റേതാണ്. എനിക്ക് വേണം. ഒരെണ്ണം എനിക്കിതാ. എന്റെ ചപ്പാത്തി എനിക്കിതാ. ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ഹീറോ ആണ് ഞാനാണ് മാസ്റ്റർ മോജോ. അടുത്തവരുടെ അധ്വാനം ചുരണ്ടി തിന്നത് നിനക്ക് ഇത്രയ്ക്കൊന്നും ധിക്കാരം പാടില്ല. എന്താണ് പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ നിങ്ങൾക്കൊരു വാണിംഗ് തന്നതാണ്. നിങ്ങളെല്ലാവരും ഇവിടുന്ന് ഒന്നും മിണ്ടാതെ വിടുന്നതാണ് നല്ലത്. മാസ്റ്റർ മോജോയുടെ സാമ്രാജ്യത്തിലേക്ക് വന്ന് നിങ്ങൾ എന്നെ തന്നെ വിരട്ടുകയാണല്ലേ? അവരെ ഞാൻ വിട്ടയച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യുന്നു ചോദിക്കാനല്ലേ? ഞാൻ ഒരു ഒറ്റ നിമിഷത്തിൽ ഈ സ്ഥലം മുഴുവൻ സെർച്ച് ചെയ്ത് ഡയമണ്ട് എവിടെ ഉണ്ടെങ്കിലും തേടി കണ്ടുപിടിച്ച് കൊണ്ടുവരും. ഇതുവരെ ടോണി മാത്രമായിരുന്നു നമ്മളുടെ ബോസ്. ഇനി മുതൽ നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ബോസ്. എനിക്കും അങ്ങനെ തന്നെയാ. മോജോ ബോസ്, മോജോ ബോസ്. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടീം മെമ്പർ ആകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആളായിട്ട് ഞാൻ ഇവരെല്ലാരും സൂപ്പർവൈസ് ചെയ്തോളാം. നീ ആളൊരു ബുദ്ധിമാനാണെന്ന് തോന്നുന്നല്ലോ. ഓക്കേ, നിങ്ങൾ മൂന്നാളും എന്റെ കൂടെ വരൂ. ഇന്ന് മുതൽ നിങ്ങൾ 3 പേരും ഇവരെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു കാര്യം നന്നായി ഓർത്തോളൂ. ഇവിടെയുള്ള ആരെങ്കിലും ഒരു ഡയമണ്ട് പോലും മോഷ്ടിച്ചാൽ പിന്നെ ഈ മാസ്റ്റർ മോജോ നിങ്ങളെ ചവിട്ടിക്കൂട്ടി പണി പപ്പടമാക്കും. ഓർമ്മിച്ചോളൂ. ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ഹീറോ ആണ് ഞാനാണ് മാസ്റ്റർ മോജോ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ മോജോ. ഞാനാണ് കീക്കോ. ഞാൻ സൺസിറ്റിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ഇവരെല്ലാവരെയും അങ്ങ് വിട്ടയച്ചേക്ക്. സോറി കിക്കോ, ഞാൻ നിന്നെ കണ്ട് പേടിച്ചു പോയി. ശരിക്കും പേടിച്ച് വിറയ്ക്കുകയാണ്. നീ എന്താ പറഞ്ഞ? മാസ്റ്റർ മോജോയുടെ സ്ഥലത്തേക്ക് വന്ന് നീ എന്നെ തന്നെ വിരട്ടുകയാണല്ലേ? ഡയമണ്ട്സ് കൊണ്ടുണ്ടാക്കിയ ബുള്ളറ്റ്സ് കൊണ്ട് ഞാനിപ്പോ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ഹീറോ ആണ് ഞാനാണ് മാസ്റ്റർ മോജോ. മാസ്റ്റർ മോജോ ഷൂട്ട് ചെയ്യുന്ന ബുള്ളറ്റ്സ് പോലും ഡയമണ്ട് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. കീക്കോ, എന്റെ സിസ്റ്റംസ് എല്ലാം ഇനിയും ശരിയായിട്ടില്ല. ഈ സിറ്റുവേഷനിൽ എനിക്ക് മാസ്റ്റർ മോജോയെ എതിർത്ത് പോരാടുവാൻ പറ്റില്ല. ഓക്കേ സൂപ്പർ സ്പീഡോ, ലെറ്റ്സ് ഗോ. ആദ്യം നിന്റെ സിസ്റ്റം നീ ശരിയാക്ക്. കീക്കോ, ആ കാർ ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയതാണ്. വളരെ സ്ട്രോങ് ആണ്. അത് അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ, എത്രയും പെട്ടെന്ന് ആ കുന്നിന്റെ മുകളിലേക്ക് പോ. ഫോർമുല നമ്പർ 37 അപ്ലൈ ചെയ്യ്.
കേക്കോ, എന്റെ മുഴുവൻ സിസ്റ്റം വീണ്ടും ഹാങ് ആയി കഴിഞ്ഞു. ഇപ്രാവശ്യം വളരെ സീരിയസ് ഡാമേജ് ഏർപ്പെട്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഞാൻ റിക്കവർ ആവാൻ ഒരുപാട് സമയം ആവശ്യമുണ്ട്. ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ഹീറോ ആണ് ഞാൻ. എന്റെ പേര് മാസ്റ്റർ മോജോ. മാസ്റ്റർ മോജോ, എനിക്ക് ഡയമണ്ട് എന്ന് വെച്ചാൽ ജീവനാണ്. ഇപ്പോ ഡയമണ്ടിനെ കുഴിച്ചു മൂടുന്നത് പോലെ ഈ കുന്നിൽ തന്നെ നിങ്ങളെ ഞാൻ കുഴിച്ചു മൂടും. ഇപ്പൊ നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്കറിഞ്ഞ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സൂപ്പർ സ്പീഡോ, നീ R7ലേക്ക് തന്നെ തിരിച്ചു പോയേക്ക്. വേഗം, അതിവേഗം R7ലേക്ക് തിരിച്ചു പോകട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഇവരെ എല്ലാവരെയും കൊണ്ടുപോയി നമ്മുടെ ആ ജയിലിലിട്ടേക്ക്. മറ്റു തടവുകാരിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്. ഇനി നിങ്ങൾ എന്തെങ്കിലും അഭ്യാസം കാണിക്കാൻ ശ്രമിച്ചാൽ അപ്പോ മാസ്റ്റർ മോജോ നിങ്ങൾക്ക് ആഹാരത്തിന് പകരം ബുള്ളറ്റ് കഴിക്കേണ്ടി വരും. അതും ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ബുള്ളറ്റ്. നമ്മൾ ശരിക്കും ഒന്ന് കുടുങ്ങിപ്പോയല്ലോ. ഇനി നമ്മളിപ്പോ എന്ത് ചെയ്യും കേക്കോ? ഈ സ്ഥലത്ത് നമുക്ക് ആഹാരം പോലും കിട്ടുന്നില്ല എന്ന് തോന്നുന്നല്ലോ. ഇവിടെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഒരുപാട് നേരത്തേക്കൊന്നുമല്ല. സൂപ്പർ സ്പീഡോ ഒന്ന് റിക്കവർ ആയിക്കോട്ടെ. സൂപ്പർ സ്പീഡ് റിക്കവർ ആയി കഴിഞ്ഞാൽ നിനക്കതെങ്ങനെ മനസ്സിലാവും? ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ ഹൗ? സൂപ്പർ സ്പീഡോ റിക്കവർ ആയി കഴിഞ്ഞാൽ ഉടനെ R7ന്റെ ഈ ലൈറ്റ് ഗ്രീൻ കളറിൽ ബ്ലിങ്ക് ആവും. ഇവിടെയെല്ലാം ശരിയാണല്ലോ അല്ലേ? ഒന്നും ശരിയല്ല മോനെ കിക്കോ. ഡയമണ്ടിനെ തെരഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. മമ്മി, ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ. ഒരു കാര്യം അറിയാവോ? രാത്രി പകല് മുഴുവൻ ജോലി ചെയ്തിട്ടും ഞങ്ങൾക്ക് കഴിക്കാൻ അവൻ എന്താ തന്നെന്നറിയോ? 10 ആൾക്കാരുടെ നടുവിലിരുത്തിയിട്ട് വെറും ഒരേ ഒരു ചപ്പാത്തിയാ തന്ന്. അതിന് മസാലയും ഇല്ല, അച്ചാറും ഇല്ല. അയ്യോ അയ്യോ. ടെമ്പോ അണ്ണാ, നിങ്ങൾ ഇവരെ എല്ലാവരെയും വിളിച്ചോണ്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവൂ. അപ്പൊ നീയോ? ഞാൻ മോജോയുടെ ഈ സാമ്രാജ്യം മുഴുവൻ നശിപ്പിച്ചിട്ട് വന്നേക്കാം. എങ്കിൽ മാത്രമേ ഇനി അവൻ ആരെയും അറസ്റ്റ് ചെയ്യാതിരിക്കൂ. സാമ്രാജ്യം ഇല്ലെങ്കിൽ പിന്നെ മോജോയ്ക്ക് ആരെ ഭരിക്കാൻ പറ്റും? വേണ്ട മോനെ കീക്കോ, നിന്നെ ഇവിടെ തനിച്ചാക്കിട്ട് ഞങ്ങൾ ആരും ഇവിടുന്ന് പോവില്ല. കേക്കോ, അങ്ങനെ മാസ്റ്റർ മോജോയുടെ സാമ്രാജ്യം നീ തകർക്കണമെന്ന് കരുതുകയാണെങ്കിൽ ആദ്യം നീ അവന്റെ ധിക്കാരത്തെ അടക്കണം. അവന്റെ ധിക്കാരത്തിന് എന്താണ് കാരണം എന്നറിയോ? അതാണ് അപൂർവമായ ഒരു വലിയൊരു ഡയമണ്ട്. അത് ഈ കുന്നുകൾക്കടുത്തുള്ള മാസ്റ്റർ മോജോയുടെ ബംഗ്ലാവിലാണുള്ളത്. അവൻ അതിനെ വളരെ കെയർഫുൾ ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരൊറ്റ ഡയമണ്ട് മാത്രം നിന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ പിന്നെ ആ മാസ്റ്റർ മോജോ ചിന്ന ഭിന്നമായി തീരും. ആലോചിച്ച് നോക്കുമ്പോ നിങ്ങൾ പറഞ്ഞതും ശരിയാ. എന്റെ സൂപ്പർ സ്പീഡോ ഇനിയും റിക്കവർ ആയിട്ടില്ല. അവൻ വൈകുന്നേരം ഈ സമയത്ത്, അതായത് മാസ്റ്റർ മോജോ ഈ ഏരിയ ഫുൾ ആയിട്ട് ഒരു റൗണ്ട് പോയിട്ട് വരും. ആ സമയത്ത് അവന്റെ ബംഗ്ലാവിൽ സെക്യൂരിറ്റി പോലും വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോ അവിടെ തനിച്ചു പോകുന്നതാണ് നല്ലത്. ശരി, ഓക്കെ, ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ഞാനല്ല, നമ്മൾ. ഇതുപോലൊരു സിറ്റുവേഷനിൽ നിന്നെ തനിച്ചാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്ഷിപ്പിന് എന്താണ് അർത്ഥമുള്ളത്? നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിന്നോ. ഞങ്ങൾ പോയി അവന്മാരെ വകവരുത്തിയിട്ട് വരാം. R7ന്റെ ലൈറ്റ് ഇപ്പോ ഗ്രീൻ കളറിൽ ബ്ലിങ്ക് ആവുന്നുണ്ട്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നീ ഇപ്പോ ഫുള്ളായിട്ട് റിക്കവർ ആയി കഴിഞ്ഞല്ലോ അല്ലേ? യെസ് ബഡി, വിഷമിക്കണ്ട. ഞാനിപ്പോൾ ഏത് ചാലഞ്ചും ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ സൂപ്പർ സ്പീഡോ, നീ അവിടെ ചെന്നെത്തിയതും നിന്റെ സൈസ് ചെറുതാക്കി മാറ്റിക്കോ. അപ്പൊ നിന്നെ ആർക്കും കാണാൻ പറ്റില്ല. ആ അങ്കിൾ നമ്മളോട് പറഞ്ഞത് ഈ ബംഗ്ലാവിനെ കുറിച്ചാണ്. ആ വലിയ ഡയമണ്ട് ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളിപ്പോ ഈ ഗാർഡ്സിനെ എന്ത് ചെയ്യും? ഈക്കോ, ആ ഗോഡ്സിലർ തലകറങ്ങി വീഴുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യേ. ഇല്ല ഡോഡോ, ട്രിക്ക് യൂസ് ചെയ്യേണ്ട സമയത്ത് കിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എടാ, അത് എന്റെ കോയിനാണ്. എന്റെ കോയിനാണ്. അല്ലോ, നിന്റെ കോയിനോട്. ഒരുപാട് ദൂരം നടന്നത് കൊണ്ട് ഭയങ്കര വിശപ്പുണ്ട്. അവസാനമായിട്ട് 2 ക്യാൻഡീസ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അത് ഞാൻ ആദ്യം കഴിച്ചോട്ടെ. അപ്പൊ അതാണല്ലേ കാര്യം. ഓർമ്മിച്ചോ,
വൈറ്റ് ബ്ലോക്സിൽ മാത്രം നമ്മൾ കാല് വെച്ച് നടന്നു പോകണം. ഈ നമ്പറിംഗ് സിസ്റ്റം ഓപ്പൺ ചെയ്യാൻ ഒരുപാട് സമയമാവുന്ന തോന്നുന്നേ. നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 47 യൂസ് ചെയ്യേ. എന്റെ അമ്മച്ചിയെ, ഇത് ഡയമണ്ട് ആണോ അതോ ഡയമണ്ടിന്റെ രാജാവാണോ? ഈ സ്ഥലം ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. കീക്കോ, നിങ്ങൾ ആ ബോക്സ് എടുത്തോണ്ട് ഓടിക്കോ, ഞാൻ പുറകെ വന്നേക്കാം. ഞാൻ ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ഹീറോ ആണ്. ഞാനാണ് മാസ്റ്റർ മോജോ. എന്റെ കൊട്ടാരത്തിൽ വന്ന് ഞാൻ അറിയാതെ എന്റെ ഡയമണ്ട് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണല്ലേ? ഇറ്റ്സ് ഓക്കെ. ആ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡയമണ്ട് ഉള്ള ബോക്സ് നീ എനിക്ക് തിരിച്ചു തന്നേക്ക്. അതിന് പകരം ഞാൻ നിനക്കെതിരായിട്ട് ഒരുപാട് ചെറിയ ചെറിയ അതിസുന്ദരമായ ടോയ്സ് എറിഞ്ഞു തരാം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 34. നിനക്ക് അത്രയ്ക്ക് ധിക്കാരമാണോ? നിങ്ങൾ ഒറ്റൊരുത്തരെയും ഞാൻ വെറുതെ വിടില്ല. എഴുതി വെച്ചോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 67. ഇപ്പൊ നോക്കിക്കോ, നിങ്ങളെല്ലാവരും ചിന്ന ഭിന്നമായി ചെതറും. ഞാൻ നിങ്ങളെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഡയമണ്ട് വെച്ച് മാത്രമേ ഡയമണ്ടിനെ കട്ട് ചെയ്യാൻ പറ്റൂ. യെസ്, മോജോയുടെ ഡയമണ്ട് കാറിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞു. ഞാൻ എന്തെങ്കിലും ചെയ്ത് മോജോയെ കളിപ്പിക്കാം. അതിനുള്ളിൽ നീ ഫോർമുല നമ്പർ 138 ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ ബഡി, ഫോർമുല നമ്പർ 138 ആക്ടിവേറ്റിംഗ്. ഹലോ മോജോ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചു കാണിക്കേ. എടാ ചെറുക്ക, നിനക്ക് അത്രയ്ക്ക് ധിക്കാരം പാടില്ല. നീ മാസ്റ്റർ മോജോയുടെ സ്ഥലത്ത് വന്ന് മാസ്റ്റർ മോജോയെ തന്നെ ചാലഞ്ച് ചെയ്തിരിക്കുകയാണല്ലേ? ഇപ്പൊ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. ഡയമണ്ട് ഹീറോ ആണടാ, മാസ്റ്റർ മോജോ. ഞാൻ ഡയമണ്ട് ബുള്ളറ്റ് ഷൂട്ട് ചെയ്യാണ്. അഡേസി ഗ്ലൂ മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡയമണ്ട് അതിലൊട്ടിച്ചു വെച്ചേക്കാം. ഓ, എന്റെ ഡയമണ്ട്, ഡയമണ്ട്, ഡയമണ്ട്. വരൂ വരൂ, എന്റെ കയ്യിലേക്ക് വരൂ. എന്റെ സൂപ്പർ കിക്കിന്റെ പവർ എന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. വില്ലത്തിലും ചെയ്യുന്ന വില്ലനായി നിന്നെ ഇപ്പോൾ ഇല്ലാതാക്കിയത് കണ്ടില്ലടാ. എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ യു ആർ അണ്ടർ അറസ്റ്റ്.